ഗൾഫ് മോഹങ്ങളുമായി കടൽ കടക്കുന്ന മലയാളി ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് എന്നും ആശ്രയമായിരുന്നു സൗദി അറേബ്യ എന്ന രാജ്യം. എന്നാൽ വിഷൻ 2030 എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ തൊഴിൽ വിപണിയിൽ കാതലായ മാറ്റങ്ങളാണ് ദൃശ്യമാകുന്നത്. ദന്ത ചികിത്സാ രംഗത്തെ സ്വദേശിവൽക്കരണം 55% ഉയർത്തിയത് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. മാറുന്ന സൗദി അറേബ്യയിൽ പ്രവാസികൾക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ പുതിയ സ്കില്ലുകൾ പഠിച്ചെടുത്തേ മതിയാകും. സാധാരണ ജോലികളിൽ സ്വദേശികൾ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ കൂടുതൽ സാങ്കേതിക മികവുള്ള മേഖലകളിൽ മാത്രമേ വിദേശികൾക്ക് ഇടം ലഭിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. സൗദി അറേബ്യയിലെ ദന്ത ചികിത്സാ രംഗം സ്വദേശീവൽക്കരണം 45 നിന്ന് 55% ഉയർത്തി. നിയമം പ്രാബല്യത്തിലായി കഴിഞ്ഞു. ഇതനുസരിച്ച് 3 അതിലധികമോ ദന്ത ഡോക്ടർമാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 55% സ്വദേശി ഡോക്ടർമാരെ നിയമിച്ചിരിക്കണം. ഇതാണ് ഇപ്പോഴത്തെ നിബന്ധന. ഇങ്ങനെ നിയമിക്കുന്ന സൗദി ദന്ത ഡോക്ടർമാർക്ക് കുറഞ്ഞത് 9,000 റിയാൽ ശമ്പളം നൽകണം. സ്വദേശി ദന്ത ഡോക്ടർമാർക്ക് ജോലി ഉറപ്പാക്കുകയും രാജ്യത്തെ ആരോഗ്യ മേഖലകളിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയുമാണ് സൗദിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. സ്വദേശികളെ നിയമിക്കുന്ന മാനവശേഷി വികസന നിധി വഴി ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം സബ്സിഡിയായി സർക്കാർ നൽകും. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾ നൽകില്ല. മാത്രമല്ല, നിലവിലുള്ളവ പുതുക്കാനും അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പും സൗദി ഭരണാധികാരികൾ നൽകുന്നുണ്ട്. നേരത്തെ തന്നെ നിതാഖത്തിന്റെ 2ാം ഘട്ടം സൗദി നടപ്പാക്കി തുടങ്ങിയിരുന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണകൂടം കരുക്കൾ നീക്കുമ്പോൾ ഗൾഫ് സ്വപ്നം കാണുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ഭാവി എന്താകും? വിദേശികളെ ആശ്രയിക്കാതെ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള സൗദിയുടെ ഈ തീവ്ര ശ്രമം ആഗോള തൊഴിൽ വിപണിയെ എങ്ങനെയെല്ലാം ബാധിക്കും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വരാനിരിക്കുന്ന മാറ്റങ്ങൾ വെറുമൊരു നിയമപരിഷ്കാരം മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ അതിജീവന തന്ത്രം കൂടിയാണ്. അടുത്ത 3 വർഷത്തിനകം 3,40,000-ത്തിലധികം സ്വദേശി പൗരന്മാർക്ക് തൊഴിൽ നൽകുകയാണ് സൗദി അറേബ്യയുടെ ലക്ഷ്യം. ഈ തൊഴിലവസരങ്ങളിൽ സ്വദേശികളെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതിൽ ഇന്ത്യക്കാരായ പ്രവാസികൾ ഉൾപ്പെടെ പുറത്തു നിൽക്കേണ്ടി വരും. സ്വദേശികൾക്ക് കൂടുതൽ അവസരം ഒരുക്കുമ്പോൾ സ്വാഭാവികമായും വിദേശികൾക്ക് തൊഴിൽ കുറയും. നിതാഖത്തിന്റെ 2ാം ഘട്ടമാണ് സൗദി അറേബ്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് 2ാം ഘട്ടത്തിലേക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്ന് സ്വദേശികൾക്ക് ജോലി ഉറപ്പാക്കാനാണ് സൗദിയുടെ നീക്കം. സ്വകാര്യ മേഖലയിലെ ജോലികളിൽ സ്വദേശികളെ പ്രോത്സാഹിപ്പിക്കും. സ്വകാര്യ മേഖലയിൽ കൂടുതൽ വിദേശികളാണ് ജോലി ചെയ്യുന്നത്. ഇവിടേക്ക് സ്വദേശികളെ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ വിദേശികൾ പുറത്താകും. തൊഴിലില്ലാത്തവരുടെ എണ്ണം കുറയ്ക്കുക, തൊഴിൽ വിപണിയിൽ മതിയായ വിഭവശേഷി ഉറപ്പാക്കുക എന്നിവയാണ് സൗദി അറേബ്യയുടെ ലക്ഷ്യം. സ്വദേശികൾക്ക് തൊഴിൽ പരിശീലനം നൽകുക, ഉന്നത പഠനത്തിന് അവസരമൊരുക്കുക, വായ്പകൾ അനുവദിക്കുക, സ്വകാര്യ കമ്പനികളിൽ നിശ്ചിത എണ്ണം സ്വദേശികൾക്ക് വേണ്ടി മാറ്റിവെക്കുക തുടങ്ങിയ നടപടികളുമായി സൗദി അറേബ്യ മുന്നോട്ട് പോവുകയാണ്. ഇനി 2ാം ഘട്ട നിതാഖത്തിലേക്ക് കടക്കുമ്പോൾ നടപടികൾ വേഗത്തിൽ നടപ്പാക്കും. 3 വർഷത്തിനകം 3.5 ലക്ഷത്തോളം സൗദിക്കാർക്കാണ് ജോലി നൽകാൻ സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത്. വനിതകൾ കൂടുതലായി ജോലി ചെയ്യാൻ എത്തുന്നു എന്നതും സൗദിയിലെ പുതിയ മാറ്റമാണ്. 2026 മുതൽ 2029 ഡിസംബർ വരെയാണ് 2ാം ഘട്ട പദ്ധതിയുടെ കാലപരിധി. സൗദിയിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സ്വകാര്യ മേഖലയിൽ ജോലി നൽകും. എന്നാൽ സ്വദേശികൾക്ക് ജോലി നൽകുമ്പോൾ സ്വകാര്യ മേഖലയുടെ വളർച്ച ഉറപ്പാക്കുക എന്ന ഭാരിച്ച ദൗത്യവും സൗദി ഭരണകൂടത്തിന് മുന്നിലുണ്ട്. വിദേശികളെക്കാൾ ഉയർന്ന ശമ്പളം സ്വദേശികൾക്ക് നൽകേണ്ടതുണ്ട്. ഇത് സ്വകാര്യ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വൻ ബാധ്യതയാണ്. നിതാഖത്തിന്റെ ആദ്യഘട്ടം 2022-ലാണ് ആരംഭിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 5.5 ലക്ഷം സൗദി പൗരന്മാർക്ക് സ്വകാര്യ മേഖലയിൽ ജോലി നൽകാൻ സാധിച്ചു. ഒരു രാജ്യം സ്വന്തം പൗരന്മാരുടെ ഉന്നമനത്തിനായി നടത്തുന്ന ശ്രമങ്ങളെ തള്ളിക്കളയാനാവില്ല. ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുകയും സ്വയം നവീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രവാസികൾക്ക് മുന്നിലുള്ള ഏക പോംവഴി.